തമിഴ്നാട് ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് മലയാള ചിത്രമായ മഞ്ഞുമ്മൽ ബോയ്സ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിയിരിക്കുന്ന മലയാള സിനിമാ പ്രേമികളെക്കാൾ കൂടുതൽ തമിഴ് ആരാധകരാണ്. കാരണം എന്ന് നോക്കുകയാണെങ്കിൽ തലൈവർ ചിത്രമായ രജനീകാന്തിന്റെ രാജ്സലാം എന്ന് പറയുന്ന സിനിമയുടെ ലൈഫ് ടൈം കളക്ഷൻ പോലും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയൊരു വിജയമായിട്ട് മാറുന്ന ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് വെറും 18 ദിവസം കൊണ്ട് തന്നെ 32 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുക. രജനീകാന്ത് കേന്ദ്ര കഥാപാത്രമായിട്ട് ഫെബ്രുവരി മാസം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു രാജ്സലാം എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ലൈഫ് ടൈം കളക്ഷൻ ആയിരുന്നു 19 കോടി. ഈ ഒരു കളക്ഷൻ റെക്കോർഡൊക്കെയാണ് ചിത്രം മറികടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മലയാള സിനിമയ്ക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. വെറും 2 കോടിക്ക് മുകളിൽ യാതൊരു വിധ കളക്ഷൻ റെക്കോർഡും ഇല്ലായിരുന്ന തമിഴ്നാട്ടിലെ ഈ ഒരു കളക്ഷൻ റെക്കോർഡാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ 32 കോടി സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുക. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം ഇനി 50 കോടി കളക്ട് ചെയ്യുമെന്ന് കണ്ടു തന്നെയാണ്. കേരളത്തിൽ നിന്ന് 50 കോടി, കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 50 കോടി കളക്ട് ചെയ്ത ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് 150 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം കാത്തിരിക്കാം. വരും ദിവസങ്ങളും ഇതേ വലിയൊരു വിജയമായിട്ട് ഈ റെക്കോർഡുകൾ തന്നെ പഴങ്കഥയാക്കി മുന്നേറുമെന്നൊക്കെ. അപ്പം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങളാകും ഇതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.